ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നേഹ ഫുഡ് സ്റ്റോറീസ്. ഞാൻ ഇന്നിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ഒരു അടിപൊളി സ്പെഷ്യൽ എഗ് കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. സാധാരണ നമ്മൾ മുട്ട പുഴുങ്ങിയിട്ടല്ലേ എഗ് കറി ഉണ്ടാക്കുക, പക്ഷെ ഇത് അങ്ങനെയല്ല. അപ്പൊ എങ്ങനെയാണ് ഈ അടിപൊളി മുട്ടക്കറി ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. അപ്പൊ അതിനു വേണ്ടി ഒരു പാനിലേക്ക് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വലിയ ജീരകം, ഒരു ബേ ലീഫ്, ഒരു ചെറിയ കഷ്ണം പട്ട, 3 ഏലക്ക, പിന്നെ തക്കോലത്തിൻ്റെ 2 ഇതള്. അപ്പൊ ഇത് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് 2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. നല്ല എരിവുള്ള മുളകാണ് കേട്ടോ, അതാണ് ഞാൻ 2 എടുത്തത്. ഇനിയിപ്പോൾ എരിവില്ലാത്ത മുളകൊക്കെ ആണെങ്കിൽ 4 ഒക്കെ എടുക്കാം. ഇനി ഈ പച്ചമുളകിന്റെ പച്ചച്ചോവ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇഞ്ചി ചേർക്കണം. ഞാൻ 1 ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചി ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞെടുത്തതാണിത്. അപ്പൊ ഇത് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു 6 വെളുത്തുള്ളി അല്ലിയാണ്. പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇല കൂടി ചേർത്ത് കൊടുക്കാം. അപ്പൊ ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ചച്ചോവ മാറുന്നത് വരെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. പിന്നെ വേണ്ടത് സവാളയാണ്. അപ്പൊ ഞാനിവിടെ മീഡിയം വലിപ്പത്തിലുള്ള 4 സവാളയാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ നേരിയതായി അരിഞ്ഞെടുക്കണം കേട്ടോ, എന്നാലാണ് പെട്ടെന്ന് സവാള സോഫ്റ്റ് ആയി കിട്ടുക. അപ്പൊ ഈ സവാള നമുക്ക് ഇതിലിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഇളം ബ്രൗൺ നിറാകുന്നത് വരെയൊക്കെ സവാള വഴറ്റിയെടുക്കണം കേട്ടോ. സവാള നന്നായി വഴറ്റിയെടുത്താൽ മാത്രമേ നമ്മുടെ മുട്ടക്കറി നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പൊ പെട്ടെന്ന് സവാള സോഫ്റ്റ് ആയി വന്നോളും. അപ്പൊ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടൊക്കെ സവാള വഴറ്റി കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അടി പിടിക്കും. ഇപ്പൊ ഇവിടെ സവാള വഴന്നു വന്നിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. അപ്പൊ ആദ്യം നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. ഞാനിവിടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, കാശ്മീരി റെഡ് ചില്ലിയാണ് എടുത്തിട്ടുള്ളത് 3 ടേബിൾ സ്പൂൺ. ഇനിയിപ്പോൾ സാധാരണ മുളക് പൊടിയാണെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ എടുത്താൽ മതി. ഇതിപ്പോൾ നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കാശ്മീരി എടുത്തിട്ടുള്ളത്. അപ്പൊ ഇനി ഈ പൊടികളുടെയൊക്കെ പച്ചച്ചുവ മാറുന്നത് വരെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 4 ചെറിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ നല്ല പഴുത്ത തക്കാളി നോക്കി എടുക്കുക. എന്നിട്ട് നേരിയതായി കട്ട് ചെയ്തെടുക്കുക. അപ്പൊ പെട്ടെന്ന് തന്നെ ഇത് വഴന്ന് വന്നോളും. ഇനിയിപ്പോൾ ഈ തക്കാളി നന്നായി വെന്തുടഞ്ഞ് കിട്ടുന്നത് വരെ മിക്സ് ചെയ്തെടുക്കണം. തക്കാളി പെട്ടെന്ന് വെന്തുടയുന്നതിന് വേണ്ടി നമുക്കിതൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അപ്പൊ ഇടയ്ക്ക് നമ്മളിതൊന്ന് തുറന്നു കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അടി പിടിക്കും. അപ്പൊ ഏകദേശമൊക്കെ ഇവിടെ തക്കാളി വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. എന്നാൽ ഇത് നന്നായി വെന്തുടഞ്ഞാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പൊ അതിനു വേണ്ടി നമുക്ക് കുറച്ച് സമയം കൂടി അടച്ചു വെക്കാം. അപ്പോൾ തക്കാളി ഇപ്പോൾ പൂർണ്ണമായിട്ടും വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തക്കാളി വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ തക്കാളിയുടെ പച്ചച്ചുവയായിരിക്കും കറിയിൽ മുന്നിട്ട് നിൽക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് 2 കപ്പ് നല്ല തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ചൂടുള്ള വെള്ളം തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ കറിക്ക് ടേസ്റ്റ് കുറയും. ഇനി ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ ചേർത്തിട്ടുള്ള വെള്ളം വറ്റിച്ചെടുക്കണം. അപ്പോൾ അതിനു വേണ്ടി തുറന്നു വെച്ച് തന്നെ കുക്ക് ചെയ്യാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പം ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ വെള്ളം ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഇതിൽ നിന്ന് ബേ ലീഫ് മാറ്റാം. ഇനി ഇതിലേക്ക് 1 കപ്പ് കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണം. 250 ml കപ്പാണ് കേട്ടോ ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കണം. അപ്പം അതിനു വേണ്ടി 6 മുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പം ഇത് പുഴുങ്ങിയ മുട്ടയൊന്നും അല്ല കേട്ടോ, പച്ച മുട്ട തന്നെയാണ്. ഇനി ഓരോ മുട്ട പൊട്ടിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ ബുൾസൈക്കൊക്കെ പൊട്ടിച്ച് എടുക്കില്ലേ, അതുപോലെ പൊട്ടിച്ച് ചേർത്താൽ മതി. അപ്പം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആദ്യം തന്നെ നമുക്ക് മുട്ട പുഴുങ്ങേണ്ട ആവശ്യമില്ല. നമ്മൾ കറി ഉണ്ടാക്കിയിട്ട് മുട്ട ഇതിലേക്ക് പൊട്ടിച്ച് ചേർത്താൽ പെട്ടെന്ന് തന്നെ നല്ല മുട്ടക്കറി റെഡിയാക്കാനായിട്ട് പറ്റും. ഇനിയിപ്പോൾ ഇത് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്താൽ മതി. അപ്പോഴേക്കും മുട്ട അവിടെ വെന്തിട്ടുണ്ടാവും.
അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. മുട്ട ഇവിടെ നന്നായി കുക്കായി വന്നിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെയാണ് മുട്ട കിട്ടുക. പിന്നെ നമ്മൾ മുട്ട പൊട്ടിച്ചിട്ട് കറിയിലേക്ക് ചേർക്കുമ്പോൾ അടിയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ പോവാതിരിക്കണമെങ്കിൽ ഒരു ചെറിയ ബൗളിലേക്ക് മുട്ട പൊട്ടിച്ചിട്ട് ഓരോന്നായി കറിയിലേക്ക് മെല്ലെ പതുക്കെ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ മുകളിൽ തന്നെ നിന്നോളും. അപ്പോൾ മുട്ടയൊക്കെ ഇവിടെ നന്നായി കുക്കായി വന്നിട്ടുണ്ട്. നല്ല തിക്ക് ഗ്രേവിയുള്ള കറിയാണ് കേട്ടോ. ഇനിയിപ്പോൾ തണുത്ത് കഴിയുമ്പോൾ ഇതൊന്നും കൂടി തിക്കായിക്കോളും. അപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും നമ്മുടെ കറിക്ക്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഈ മുട്ടക്കറി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചേക്ക്. പിന്നെ നമ്മുടെ ചാനൽ നേഹ ഫുഡ് സ്റ്റോറി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യേ. അപ്പോൾ ഇനിയും ഒരുപാട് വെറൈറ്റി റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്